ശരണ്യ, ആഹാ, ഇന്ന് നമ്മുടെ കർക്കിടക ബാഹുബലിയായിട്ട് ഇന്ന് എന്താണ് രാവിലെ തന്നെ? ഇഡ്ഡലിയും സാമ്പാറും മുളകും. ഇഡ്ഡലിയാണോ? അതെ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി. പൂ പോലത്തെ ഇഡ്ഡലി. അപ്പൊ അങ്ങനെ അല്ല, നമുക്ക് ഇന്ന് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ബലിയിടാനൊക്കെ പോകണ്ടേ? നമ്മള് ബലിയിടുന്നില്ല, അച്ഛനും അമ്മയൊക്കെ ബലിയിടുന്നുണ്ട്. നമ്മള് ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയി കുളിച്ചിട്ടെല്ലാം പോകും. അപ്പൊ തിരിച്ചു വന്നിട്ടൊക്കെ ഞങ്ങള് കാപ്പിയെല്ലാം കുടിക്കുന്നുള്ളൂ. അതെ, അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. എന്നാലല്ലേ അവിടെ ടൈം ആവുള്ളൂ അല്ലേ? നമ്മുടെ അമ്മേനെ കാണിച്ചില്ല, അമ്മേനെയും കൂടി കാണിക്കാം. കൂട്ടുകാരെ, ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ ചേട്ടനും കുടുംബവും എല്ലാവരും, ചേട്ടനും കുടുംബം എന്ന് വെച്ചാൽ അച്ചുകുട്ടിയും കണ്ണനും ഡെയിലി ഇവിടെയാണ്. പക്ഷെ ഇന്ന് ചേട്ടനും ചേട്ടത്തിയൊക്കെ വന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് അപ്പം എല്ലാവരും കൂടി ഒന്ന് അല്ലേ ഒന്ന് ആഘോഷിക്കാമെന്ന് വെച്ച്. ആഹാ, അങ്ങനെ നമ്മുടെ ശരണ്യതയെ കണ്ട ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ശരണ്യ, നമ്മുടെ സാമ്പാർ കാണിച്ചില്ലല്ലോ. ആയില്ലല്ലേ? ആഹാ, ഇപ്പോഴാണ് സ്വാഗതം പറയുന്നത്. നമ്മുടെ അമ്മതേ വന്നിട്ടുണ്ട്. അമ്മേനെ കാണിച്ചത് ഇഡലി കുത്തി വെച്ച പാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലേ, പോകണ്ടേ? ഞങ്ങള് മാരാരിക്കുളം ബീച്ചിലാണ് പോണം അല്ലേ ബലിയിടാൻ. എല്ലാരും വന്നോ, നമ്മളവിടെ ഉണ്ടെന്ന്. അപ്പൊ കൂട്ടുകാരെ, അവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കണേ എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ഇഡലി 2 പാത്രത്തിലായിട്ട് വേവിക്കണ എന്താന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ നമ്മുടെ മൂത്ത മകനും പിന്നെ അത് കൂടാതെ ഈ 2 പാത്രത്തിൽ വേവിക്കണതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പെട്ടെന്നാകും. പോകാനുള്ള തിരക്ക് കാരണമാണ് 2 പാത്രത്തിലായിട്ട് പെട്ടെന്ന് വേവിക്കുന്നത്. വന്നിട്ട് കഴിക്കാല്ലോ. അതെ, നമുക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോഴെങ്കിലും പോകണ്ടേ? അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ വെന്ത് വരുന്നു. ഇനി ബാക്കിയൊക്കെ അടപ്പത്തിരിക്കുകയാണ്. അങ്ങനെ ചോപ്പ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെ, നമ്മുടെ മാലിന്ന് തന്ന അല്ലേ, ധന്യ ചേച്ചി തന്ന ഇത് ചോപ്പർ കൊണ്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കുക്കർ അടിക്കണോണ്ട് ഒച്ചയൊന്നും കേൾക്കത്തില്ല. നമ്മുടെ ഇഡലിയുടെ കൂടെ ഇച്ചിരി മുളക് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ? അപ്പൊ അതാണ് ഞാനിത് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് വരും. ചോപ്പ് ചെയ്ത് തയ്യാറായോ? തീരാറായി. കാണിക്കട്ടെ. ഇത് നല്ല സുഖമാണ് കേട്ടോ, പെട്ടെന്ന് നമ്മുടെ പണി നടക്കുക. അപ്പൊ ഇതെല്ലായിടത്തും ഉള്ളതാണ്. ഞാനെന്നാലും പറഞ്ഞൊന്നല്ല, ഇത് കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട്. അപ്പൊ നമ്മുടെ മുളക് ചമ്മന്തിയും കൂടി ആകുമ്പോ അടിപൊളിയല്ലേ? നമ്മുടെ സാമ്പാറും മുളക് ചമ്മന്തി. അപ്പൊ നമുക്ക് പോയേക്കാം, ബലിയിടാൻ പോകണ്ടേ? അതെ, അച്ഛനെ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. അച്ഛൻ ഇറങ്ങട്ടെ. ശരണ്യ, എവിടെ വരെ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായോ? മുളക് ചമ്മന്തി ആക്കിയില്ലേ? കണ്ട കൂട്ടുകാരെ, ഞാൻ ചോപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുളക് ചമ്മന്തി ആക്കിയിട്ടില്ല നമ്മുടെ ശരണ്യ. സാമ്പാർ എന്തേ? കടുകൊക്കെ വറുത്തിട്ടിട്ട് ഇളക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ആണോ? ഒന്ന് ഇളക്കിക്കേ. ഇവിടെ ഇനി മൊത്തം അടുക്കള അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി അത് ഒന്ന് റെഡിയാകണം അല്ലേ? കണ്ട, അടിപൊളി സാമ്പാറാണല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഇനി ഞങ്ങള് നേരെ എന്നാ ശരണ്യ വേഗം പോയി കുളിക്ക്. ആണോ? അപ്പൊ ഞങ്ങൾ ഇനി ബലിയിടാൻ പോണ വീഡിയോ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടനും അക്കയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ബലിയിടാൻ പോകാനായിട്ടുള്ള തിരക്കിലാണ്. പിന്നെ നമ്മുടെ കണ്ണപ്പനെ അതേ കണ്ട, അവിടെ വെട്ടമൊക്കെ കുറവായോണ്ട് ഇരുട്ടാണ്. പിന്നെ നമ്മുടെ അമ്മയാണെങ്കിൽ ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു. എല്ലാരും ഒരുങ്ങി തീർന്നെങ്കിലും നമ്മുടെ അമ്മക്കാണ് ഇച്ചിരി താമസം. കണ്ട, വന്നേ എത്തിയേ. അപ്പൊ നമ്മുടെ ശരണ്യനെ കാണിക്കണ്ടേ? ദേ, അമ്മയായിട്ട് സെയിം പട്ടുപാവാട അല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടി കടപ്പുറത്തേക്ക് പോവുകയാണ്, മാരാരി ബീച്ചിലേക്ക്. ഞങ്ങൾ
ആയിട്ട് മാരാരിക്കുളത്തേക്കൊരു അപ്പൊ അവിടെ ചെല്ലുമ്പോ കാണിച്ചു തരാം. അതെ കൂട്ടുകാരെ അങ്ങനത്തെ നമ്മുടെ അച്ഛനും അണ്ണനുമാണ് ഫ്രണ്ടി ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ അണ്ണന്റെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോക്ക് കണ്ടപ്പോ ഞങ്ങൾ അന്ന് ഒരു പ്രാവശ്യം പഴനി മൂന്നാറൊക്കെ പോയ ആ ഒരു ഫീലാണ് പിന്നെ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങളിത് മാരാരിക്കുളം ക്ഷേത്രത്തിന്റെ വാതിക്കലെന്ന് വെച്ചാൽ പടിഞ്ഞാറ് നട. ബലിതർപ്പണം നടത്തും മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ ഒന്ന് കയറി തൊഴുതിട്ടൊക്കെ വേണമല്ല നമുക്ക് ബലിതർപ്പണത്തിന് പോകാൻ. ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലൊന്നും കയറാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മാരാരിക്കുളം ക്ഷേത്രത്തിലൊക്കെ കയറി. ഇവിടെയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാരാരി ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇവിടെയാണ് നമ്മൾ ബലിതർപ്പണത്തിന് എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ബലിതർപ്പണത്തിനായിട്ട് തേകണ്ട എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. നമ്മുടെ അച്ചിക്കുട്ടിയും ശരണ്യം കൂടിയാണ് നടക്കുന്നത്. രണ്ടുപേരും പച്ചയും പച്ചയിട്ടാണ് നടക്കുന്നത്. കൂട്ടുകാരെ നമ്മുടെ മാരാരി ബീച്ച് കാണാൻ നല്ലൊരു ഭംഗിയാ. വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു അതെ പോസിറ്റീവ് എനർജി തന്നെ. അപ്പം അതെ ഇത് നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് കേട്ടാ. കൂട്ടുകാരനും വൈഫുമാണ്. എൻ്റെ കൈ അച്ഛൻ്റെ ഉടുപ്പ് ഊരി തന്നിട്ട് അച്ഛനും അമ്മയും ബലിയിടാൻ പോയി. അങ്ങനെ അവർ ബലിയിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒത്തിരി പേര് കണ്ട് കേട്ടാ ഇവിടെ ബലിയിടാനായി. ഏതായാലും ഇന്നത്തെ ദിവസം മഴയില്ലാഞ്ഞത് ഭാഗ്യം. പവിത്രം എടുത്ത് തൊഴുതു പിടിക്കുക. പവിത്രം തൊഴുതു പിടിച്ചു. ഓം പവിത്രം പാപനാശനം ആയുസ്തേജോബലം സൗഖ്യം അമാവാസി സദാ പ്രിയാർഹകം പവിത്രധാരണം നമ. വലത് കൈയുടെ മോതിരവിരലിട്ടോളൂ. അങ്ങനെ ബലിയിൽ ചടങ്ങെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അതെ അപ്പോഴാണ് ഒന്ന് കടലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് വെച്ചത്. ഏതെ കിട്ടിയ അവസരം എങ്ങനെ ഞങ്ങൾ പാഴാക്കത്തില്ല. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരനൊക്കെ ബലിയിടാൻ തുടങ്ങിയതേ ഉള്ളു. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു. അപ്പം അതേ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞ്. ഐസ്ക്രീം ഇല്ലാത്ത പരിപാടി ഇല്ല. അങ്ങനെ ഇനി എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക്. ഇനി നമുക്ക് വീട്ടിലെ വിശേഷം തന്നെ കാണാം. കൂട്ടുകാരെ ഇന്ന് അടുക്കള തിരക്കോട് തിരക്കും. എല്ലാരും കൂടിയുള്ള ഒരു പാചകമാണ്. ഇത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. ശരണ്യ അല്ല ഇന്ന് അടുക്കള കണ്ട ഇന്ന് തകർത്ത്. അണ്ണന്റെ ബീഫൊക്കെ അരിയാനായിട്ട് അണ്ണൻ തയ്യാറാണ്. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പാവ അണ്ണന്റെ വന്നപ്പോ അണ്ണന് പണി കൊടുത്ത്. ശരണ്യ മോശമായി പോയി കേട്ടോ. നമ്മുടെ ചേട്ടന് തന്നെ പണി കൊടുത്തു. അങ്ങനെ വിചാരിച്ചു. അതെ അതെ അവരെന്തോ ടിവിയൊക്കെ ഫോണൊക്കെ കണ്ടോണ്ടിരിക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ ചെന്ന് അതെ അവിടെ തൊഴുത് കടപ്പുറത്ത് പോയി വലിയിട്ട് നമ്മളെല്ലാരും കൂടി നേരെ ഇവിടെ വന്നു അടുത്ത പാചകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ട അതെ അണ്ണൻ അങ്ങനെ ബീഫൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ കൂട്ടുകാരായിട്ട്. ശരണ്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആ പന്നി റോസ്റ്റ്. ആ കാരണം അതാർക്കാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണപ്പനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റാണ് അല്ലേ. നമ്മളിവിടെ കൂട്ടിയല്ലെങ്കിലും നമ്മുടെ കണ്ണപ്പനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ. അപ്പൊ നമ്മുടെ ചേട്ടനും ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. കേരക്കറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരെ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അതെ ഇത്രയും പറഞ്ഞെങ്കിലും നമ്മുടെ അക്ക അതെ അവിടെ ഒരു പണിയിലാണ് കേട്ടോ. അക്കനെ കാണിച്ചില്ല. കണ്ടേ പന്നി ഇറച്ചിയുടെ പരിപാടി അക്കയാണ് ചെയ്യുന്നത്. കാരണം
എനിക്ക് ഇച്ചിരി റെസ്റ്റ് കിട്ടി. എനിക്ക് മൂത്തവർ രണ്ടുപേരും കൂടി വന്ന് ചെയ്തു. പിന്നെ നമ്മുടെ അണ്ണനൊക്കെ അന്നേരം എന്നെ നിലനിർത്തരുത്. നമ്മുടെ അണ്ണൻ എന്താണ് മിണ്ടാത്തെന്ന് ചോദിച്ചാൽ അണ്ണൻ വീഡിയോയിലൊക്കെ അങ്ങനെ എപ്പോഴും വരാറൊന്നും ഇല്ല അല്ലേ. അപ്പൊ അതിന്റെ ഒരു ചമ്മലൊക്കെ ഉണ്ട് നമ്മുടെ അണ്ണൻ. വേറെ വന്നോളൂ. അതെ. അവര് വേറെ വരും. അപ്പൊ കണ്ട, അപ്പൊ ഇതാണ് നമ്മുടെ ഒരേ ഒരു ചേട്ടൻ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ മേല ഷിജു എത്ര മക്കളാണെന്നൊക്കെ കമന്റിലുണ്ടായിരുന്നു. എനിക്ക് ഒരേ ഒരു ചേട്ടനാണുള്ളത്. അതാണ് കണ്ട. അല്ലല്ലേ നമ്മുടെ കണ്ണപ്പന് എത്തിയ കണ്ണപ്പൻ എന്നാണ് ഡ്യൂട്ടി? ആ വെളുത്തുള്ളി അച്ചുക്കുട്ടിയും കണ്ണന് ഇത് സവോള പൊളിക്കലും കൂടി ഏൽപ്പിച്ചു. കൊള്ളാം. ആങ്ങളെക്കും പെങ്ങൾക്കും പറ്റിയ പരിപാടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും നല്ല പറ്റിയ പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അച്ചുക്കുട്ടി അങ്ങനെ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുന്നു പാവം. അതിനതാണ് കൊടുത്തത്. ആദ്യ സംഭവമാണ് ഇങ്ങനെ രണ്ടുപേരും കൂടി കുത്തിയിരുന്ന് ഒരു ശൈല്യവും ഇല്ലാതിരുന്ന്. ശരണ്യ കണ്ണപ്പന് പാടാണെന്ന് പൊളിക്കാൻ. പൊളിച്ചോ എന്നും പറഞ്ഞാണ്. അക്കൻ തിരക്കിലാണ്. പാവ ഇതൊറ്റക്കാണ് അരിയണം. അച്ഛാ ഒന്നരിഞ്ഞ് സഹായിച്ചു കൊടു. ശരണ്യ ഇന്ന് രക്ഷപ്പെട്ടല്ലേ? ശരണ്യ ഒതുക്കി പെറുക്കലൊക്കെയാണല്ലേ എന്തൊക്കെ സാധനമൊക്കെ എത്തിച്ചു കൊടുക്കുക, അടുപ്പിച്ചു കൊടുക്കുക. ഇന്ന് ഫ്രീ ആയി. ഭാഗ്യം. അതെ അതെ, അത് കൊള്ളാം. അപ്പൊ അതെ പാവ അണ്ണന്റെ ഇത് കണ്ട കൊറേയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലേ ഇപ്പൊ അച്ഛനും മകനും കൂടി ആയ സവോള അരിയല്. നമ്മുടെ കണ്ണപ്പന് അരിയാന്ന് പറഞ്ഞും അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എപ്പോഴും അല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള പാചകമൊക്കെ അടിപൊളിയാണ്. പാവം കണ്ണപ്പൻ അരിയാന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്ന് പറഞ്ഞതേ കണ്ണപ്പൻ വന്നുണ്ട്. കണ്ട നമ്മുടെ കണ്ണപ്പൻ എത്തി. കണ്ണപ്പ വളരെ മോശമായി പോയി. കണ്ണപ്പൻ അരിയാന്നൊക്കെ പറഞ്ഞേച്ചും അറിയാവോ അരിയാനൊക്കെ? കണ്ട അങ്ങനെ അച്ഛനും മകനും കൂടിയായി പാചകം. കണ്ട നമ്മുടെ കണ്ണപ്പൻ അരിയാന്ന് കണ്ട. കണ്ണപ്പൻ ഓരോന്നും അളന്ന് കുറിച്ചൊക്കെയാണ് മുറിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അണ്ണൻ ഏതാണ്ട് മെയിൻ പാചകക്കാരെ പോലെ കുത്തിയിരുന്ന ഒരു മൈൻഡും ഇല്ലാതെ അങ്ങോട്ട് അരിഞ്ഞോണ്ടിരിക്കുകയാണ്. കൂടി ഇനി സവോള കുറഞ്ഞു പോയെങ്കിലേ ഉള്ളു. ഇച്ചിവിടെ സവോള മേടിക്കേണ്ടതായിരുന്നു. അരിയാൻ ആളിഷ്ടം പോലെ. സില്ലു പറഞ്ഞു എന്ത് പറ്റി കണ്ണപ്പ? വെട്ടുപോയി കണ്ണൻ തോറ്റു. കണ്ണപ്പഴം മാറ്റി അച്ചുകുട്ടിയുടെ കൂടെ ഇപ്പൊ ശരണ്യെ തൊലി പൊളിക്കാൻ തുടങ്ങി. അവര് കഴിയലെന്ന് പറഞ്ഞു. കണ്ണപ്പൻ എല്ലാം തുടങ്ങി വെച്ചേക്കും പോയി കളഞ്ഞല്ലേ? ഇവിടെ വാ കണ്ണപ്പ. ഇത് കണ്ട കൂട്ടുകാരെ, എന്നിട്ട് പോയി മാനം മര്യാദക്ക് പോയി കിടക്കുന്നു. നമ്മുടെ അമ്മ എന്തേ? നമ്മുടെ അമ്മ എന്ത്? ഇന്ന് അമ്മ ഏറ്റവും ഫ്രീ ആയിട്ട് നടക്കുന്നു. കൂട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങളെ കാണാനായിട്ട് രണ്ട് ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ എത്തി. ഒന്ന് പേര് പറഞ്ഞു കൊടുത്ത്. മഞ്ജു, ഉദയൻ. അപ്പൊ ഞങ്ങളെ കാണാനായിട്ട് എത്തിയതാണ്. പിന്നെ അല്ലാതെ ഒരു കാര്യം കൂടി പറയാനും കൂടിയാണ് വന്നത്. SNDP 504 കണിയാളക്കരയിൽ ചതയം ആഘോഷമുണ്ട്. അപ്പോൾ അതിന് ഇവർ രണ്ടുപേരെ കൊണ്ട് സമ്മേളനത്തിന് വേണ്ടൊരു പദ്ധതി കളിക്കാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷം അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്ന് ഞങ്ങൾ എല്ലാരും ഉള്ള ദിവസം തന്നെ എത്തിയത് വലിയൊരു സന്തോഷമായി. ശരണ്യ
എവിടം വരെ നമ്മുടെ പാചകങ്ങളൊക്കെ? ആ അക്ക വെച്ചതാണ്. എന്നാണത്? എന്നെ പന്നിയെന്ന് വിളിച്ച അപ്പതേ പന്നിയെന്ന്. എവിടെ ഒന്ന് കാണിച്ചു നമ്മുടെ കൂട്ടുകാരെ കണ്ട. അപ്പൊ നമ്മുടെ പന്നി ഇറച്ചി വെച്ച് ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല, ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. ആ പിന്നെ ബാന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഐറ്റാണ് ബീഫ് കറി. കണ്ട നമ്മുടെ അടിപൊളി ബീഫ് കറി എന്നുവെച്ചാൽ പന്നിയിറച്ചി നല്ലതാണ് കേട്ടാ വെച്ചിരിക്കുന്ന. പക്ഷെ നമ്മുടെ കേര തലേ ദിവസം വെച്ചതാണല്ലേ കേര. പിന്നെ മോരില്ലാത്ത പരിപാടി ഇല്ലത്. അമ്മതേ പപ്പടമൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മോര് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. പപ്പടം കാച്ചി കഴിയുമ്പോൾ മനസ്സിലാകാം നമുക്ക് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ നേരമായെന്ന്. എന്നാ നമുക്ക് ആദ്യം വീതി വെച്ചേക്കാം അല്ലേ? വീതി എന്ന് വെച്ചാൽ അറിയാൻ മേലെന്ന്. നമ്മൾ ഭക്ഷണം ആദ്യം തന്നെ ഇന്നത്തെ ദിവസേ മരിച്ചവരെ ഓർത്ത് വിളമ്പി മാറ്റി വെക്കും. അപ്പൊ കാക്കയ്ക്കും കൊടുക്കും ഇന്നത്തെ ദിവസം. ഇങ്ങനെ ഇലയിലാക്കി അത് നമ്മുടെ കാക്കയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിത് എല്ലാരും കൂടി ഇനി ഉച്ചയൂണ് കഴിച്ചാൽ മതി. എല്ലാം റെഡിയായി. പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രം കാണിക്കുന്നില്ല. അതെ. അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷമായ ദിവസം തന്നെയായിരുന്നു എല്ലാരും കൂടി ഒത്തുകൂടിക്കൊണ്ടുള്ള. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയോട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ. അപ്പൊ നല്ലൊരു വീഡിയോക്ക് വേണ്ടി ബൈ.